ആര് എന്നതിൽ കോൺഗ്രസിൽ സസ്പെൻസ് തുടരുന്നു. DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസ് സീറ്റ് ഉറപ്പിച്ചുവെന്നാണ് വിവരം. ഇതിനിടെ ദീപ്തി മേരി വർഗീസും പ്രതീക്ഷ കൈവിട്ടിട്ടില്ല. കൊച്ചി രൂപതാസ്ഥാനത്ത് ദീപ്തി മേരി വർഗീസ് സന്ദർശനം നടത്തി. അവസാന നിമിഷം വരെ പ്രതീക്ഷയെന്ന് ദീപ്തി മേരി വർഗീസിന്റെ പ്രതികരണം. ഇന്നലെ രാത്രി പറഞ്ഞിട്ടില്ല, ഒന്നും പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല. പ്രതീക്ഷ എന്ന് പറയാനൊന്നുമില്ല. പാർട്ടി പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇറങ്ങാൻ തയ്യാറായി നിൽക്കുകയാണ്, ഇല്ലെങ്കിൽ മറ്റു പ്രവർത്തനങ്ങളായിട്ട് പോകും. ഒരു പരിഭവമില്ല. പാർട്ടി തീരുമാനിക്കട്ടെ. UDF ജയിക്കണം എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ പറയാനുള്ളത്. വിപിൻ സി വിജയൻ കൊച്ചിയിൽ നിന്നും ചേരുകയാണ്. വിപിൻ, KC വേണുഗോപാലിന്റെയും VD സതീശന്റെയും വടംവലിയാണ് ഈ കൊച്ചി സീറ്റിലെ തീരുമാനം ഇങ്ങനെ നീളുന്നതിന് കാരണം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. മുഹമ്മദ് ഷിയാസിലേക്ക് എത്തി എന്നുള്ള സൂചനകൾ വരുമ്പോഴും ദീപ്തി മേരി വർഗീസ് പ്രതീക്ഷ കൈവിടുന്നില്ല. കൂടിക്കാഴ്ചകളൊക്കെ സജീവമായി നടക്കുകയും ചെയ്യുന്നുണ്ടല്ലേ? അതെ അക്ഷിത, ഒരു മണ്ഡലം 2 സ്ഥാനാർത്ഥികൾ അവർ ചെറിയ തോതിലൊക്കെ പ്രചാരണം ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നു. ഇതാണിപ്പോൾ കൊച്ചിയിലെ ഒരു സ്ഥിതി. ആരെ എന്നുള്ളതിന് ഇപ്പോഴും ഒരു ഉത്തരം കിട്ടിയിട്ടില്ല. ഇന്നൊരു 12 മണിയോട് കൂടിയൊക്കെ ഈ ലിസ്റ്റ് വരുമെന്നുള്ളത് പ്രതീക്ഷിച്ചാണ്. പക്ഷേ അതിപ്പോഴും ഉണ്ടായിട്ടില്ല. രണ്ടുപേരും ഈ ഫോർട്ട് കൊച്ചി മേഖലയിൽ വിവിധ പള്ളികളൊക്കെ കയറി പ്രചാരണം പോലെ തന്നെ അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ കൊച്ചി രൂപത ആസ്ഥാനത്ത് ദീപ്തി മേരി വർഗീസ് വരികയും ബിഷപ്പ് ആന്റണി കാറ്റിപ്പറമ്പിലുമായി സംസാരിക്കുകയും ചെയ്തിരിക്കുന്നത്. സ്ഥാനാർത്ഥിയാവുകയാണെങ്കിൽ സഭയുടെ എല്ലാ പിന്തുണയും ഉണ്ടാകും എന്നുള്ളത് പറഞ്ഞു എന്നുള്ളത് കൂടി ദീപ്തി പറഞ്ഞു വെക്കുന്നു. ഒപ്പം തന്നെ അതിനുള്ളൊരു കടപ്പാട് അറിയിക്കുന്നതിന് കൂടിയാണ് ഈ ഒരു സന്ദർശനം എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇതിൽ പ്രധാനമായും എടുത്തു പറയേണ്ടത് ഈ നേതാക്കൾ തമ്മിൽ ഇപ്പോഴും ഒരു അനുനയത്തിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ അത് ഹൈക്കമാൻഡിന് വിട്ട് കാത്തിരിക്കുകയാണ്. ഈ ലിസ്റ്റിൽ ആരുടെ പേരായിരിക്കും എന്നുള്ളത് മാത്രമാണ് ഇനിയുള്ളത്. എന്തെങ്കിലും രീതിയിൽ താൻ ഇതിൽ തഴയപ്പെട്ടാലും തനിക്ക് പരിഭവങ്ങളില്ല എന്നുള്ളത് ദീപ്തി പറയുന്നുണ്ട്. പക്ഷേ മേയർ സ്ഥാനത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്നുള്ളതാണ് അവർ പറഞ്ഞു വെക്കുന്നത്. മുഹമ്മദ് ഷിയാസിന്റെ ഫ്ലെക്സ് ബോർഡുകൾ ഉൾപ്പെടെ ഉയർന്നു എന്ന് പറയുമ്പോൾ അതൊരു പ്രചാരണമായി കാണേണ്ടതില്ല, അതൊരു സ്വാഗത പോസ്റ്റ് മാത്രമാണ് എന്നുള്ളത് പറയുന്നു. അവസാന നിമിഷം വരെയും രണ്ടുപേരും ഒരുപോലെ പ്രതീക്ഷ വയ്ക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ മുഹമ്മദ് ഷിയാസിന്റെ പേരിന് മുൻതൂക്കം ലഭിക്കുന്നു. ആ പേരായിരിക്കും കൊച്ചിയിൽ എന്നുള്ളത് പറയുന്ന ഘട്ടത്തിൽ തന്നെയാണ് ദീപ്തി മേരി വർഗീസിന്റെ ഇപ്പോൾ സഭാസ്ഥാനത്തേക്കുള്ള സന്ദർശനം ഉണ്ടാകുന്നത്. അവർ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ആളുകളെ കാണുന്നതിനൊക്കെ വേണ്ടിയുള്ള യാത്ര തുടരുകയും ചെയ്യുന്നത്. അല്പസമയത്തിനകം തന്നെ ആരായിരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു ഉത്തരം കിട്ടും. ഇനി അത് മുഹമ്മദ് ഷിയാസ് ആണെങ്കിൽ എങ്ങനെയായിരിക്കും ദീപ്തി മേരി വർഗീസിനെ അനുനയിപ്പിക്കുക, അല്ലെങ്കിൽ എന്തായിരിക്കും അവരോട് പറയുക എന്നുള്ളത് കൂടി വളരെ രാഷ്ട്രീയ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നായിരിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.